നിറഞ്ഞ സ്വാഗതം. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന അക്ഷയ ക്ലബിന്റെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഞങ്ങൾക്കുള്ള അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് ശബ്ദവും വെളിച്ചവും തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യ സൗണ്ട്സിനും അക്ഷയ കലാവേദിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് വരാവുന്ന എല്ലാ പ്രകാശവും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാടകരചന CM സീതി, നാടക സംവിധാനം ചിഞ്ചു ബി കൃഷ്ണ, ശബ്ദ സംയോജനം നിയന്ത്രണം രഞ്ജിത്ത് PV, പ്രകാശ നിയന്ത്രണം രംഗസജ്ജീകരണം സുരേഷ് PB, ചമയം PV രാജു, റെക്കോർഡിംഗ് സുരേഷ് ബ്ലാമറ്റം, പിന്നണി സഹായം സാജൻ PR, രംഗത്ത് ശ്രീ രാജൻ നരിമറ്റം, ശ്രീ PV രാജു, ശ്രീ CM സീതി, ശ്രീ അയ്യപ്പൻ MC, ശ്രീ തങ്കപ്പൻ PV, ശ്രീ ഷിജു MK, ശ്രീ സനിൽ OR, ശ്രീമതി അംബിക ബാലകൃഷ്ണൻ, കുമാരി മീനാക്ഷി. ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ തിരകൾ പറയാത്ത കഥ. ജനസംസ്കൃതി തോറ്റിയ പുതിയൊരു മാനവധർമ്മം, നൂറ്റാണ്ടുകളായി മർദ്ദിത ജനതതി നെഞ്ചിലുറക്കിയ സ്വപ്നം, യുഗപരിവർത്തന സ്വപ്നം. ഇവിടെ ജനസംസ്കൃതി തോറ്റിയ പുതിയൊരു മാനവധർമ്മം, നൂറ്റാണ്ടുകളായി മർദ്ദിത ജനതതി നെഞ്ചിലുറക്കിയ സ്വപ്നം, യുഗപരിവർത്തന സ്വപ്നം. ഇതിലുണ്ടിന്നലയോളം പൊരുതി കയറിയ മാനവരോഷം, അധികാരികളുടെ പീഡനമേറ്റു തളർന്നൊരു മാനവ ദുഃഖം, ജനസംസ്കൃതി തോറ്റിയ പുതിയൊരു മാനവധർമ്മം, നൂറ്റാണ്ടുകളായി മർദ്ദിത ജനതതി നെഞ്ചിലുറക്കിയ സ്വപ്നം, യുഗപരിവർത്തന സ്വപ്നം. ഇതിലുണ്ടിന്നും മാനവ കോടികൾ കാതോർക്കുന്നൊരു മന്ത്രം, പുത്തൻമലക്കാരേ പുന്നപ്പറക്കാരേ പുറക്കാട്ട് കടപ്പുറത്ത് ജാഗര ജാഗര ജാഗര. എടവപ്പാതി കോട് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ്, എടവപ്പാതി കോട് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ്, കൊതിച്ച് കൊതിച്ച് കൊതിച്ചിരുന്ന ജാഗര ജാഗര ജാഗര. മകാള് കറുത്തമ്മ നമ്മളെ വിട്ട് പോയല്ല. കടാല് കൊണ്ടവരെല്ലാം തിരിച്ചു വരുവാ.
ഇച്ചേച്ചിയെ കടലമ്മ തിരിച്ചു തരുവാ. എന്റെ ചേച്ചിയെ ഒരു മറക്കാൻ പറ്റുമോ മകളെ? നമ്മുടെ ചക്കിമകാല കൈക്കുഞ്ഞായിരിക്കുമ്പോ ഇച്ചേച്ചി നമ്മ വിട്ട് പോയതാണ് കേട്ടാ. ഈ ചിങ്ങം 10 വരുമ്പോ മകൾക്ക് 17 വയസ്സ്. ഇത് വല്ല അപ്പന് ഓർമ്മയുണ്ടാ? എല്ലാം ഈ അപ്പന്റെ നെഞ്ചിലുണ്ട് മകളെ. എന്നിട്ടാണ് കടല് കൊക്ക് ഒറ്റ കാലില് മീൻ പിടിക്കണ പോലെ ഈ മാതി നിക്കണത്. എന്നാലും എന്റെ മകള് ഈ കൺമുന്നിൽ കിടന്ന് പിടയ്ക്കാണ് കേട്ടാ. പരീക്കുട്ടി മുതലാളി കടാലി ചാടിയത് ഇച്ചേച്ചിക്ക് ചാടാവാ. പരീക്കുട്ടി മുതലാളി അയാൾ ഒരുത്തനാ എന്റെ മകളെ ജീവിതം നശിപ്പിച്ചത് കേട്ടാ. ഇച്ചേച്ചിയും കൊച്ചു മുതലാളിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഈ തുറക്കാര് മുഴുവൻ പറഞ്ഞല്ലോ. അരിയത്തി പെണ്ണ് പിഴച്ചു പോയാൽ ഈ തുറ മുടിയുമെന്നും ഈ കരക്കാര് മുഴുവൻ പറഞ്ഞു. അപ്പൻ കേട്ടില്ല. തുറക്കാര് പറഞ്ഞു നടക്കുന്നത് അപ്പനെ കേട്ടായിരുന്നു മകളെ. കൊച്ചുമുതലാളിയും കറുത്തമ്മയും തമ്മിലുള്ള കളിയും ചിരിയും കൂട്ടുകൂടലും ഈ തുറക്ക് ചേർന്നതല്ലെന്ന് നിന്റെ അമ്മ ചക്കി പോലും അപ്പനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ആ അപ്പൻ കൊച്ചു മുതലാളിയുടെ പണസഞ്ചിയിലേക്കായിരുന്നല്ല അപ്പന്റെ നാട്ടം. മകളെ അപ്പന് ഈ തുറയില് 4 ആളറിയണ ഒരു മരക്കാരാണെന്ന പൂതിയായിരുന്നു കേട്ടാ. അതുകൊണ്ട് കൊച്ചു മുതലാളിയെ പിണക്കിയില്ല. സ്വന്തമായി വള്ളവും വലയും വാങ്ങി ഈ കളിയും കടലും എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന് അതിമോഹമായിരുന്നല്ല അപ്പന്. ചക്കി മകള് എത്തിയോ? പരീക്ഷയ്ക്ക് എളുപ്പമായിരുന്നു മകളെ. മകള് പരീക്ഷ ജയിച്ചിട്ട് വേണം ഈ തുറക്കാരറിയുന്ന ഒരു ഡാക്ടറാക്കാൻ. എന്നാ പിന്നെ എഞ്ചിനീയർ ആകാനാണോ? മകളുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാലും ഇതൊന്നും കാണാൻ മകളുടെ അച്ഛനും അമ്മയും ഇല്ലാതായി പോയല്ലോ ഓർക്കുമ്പോ. അതെന്തിനാ അപ്പൂപ്പ മകളുടെ അച്ഛനെയും അമ്മയും കടലമ്മ കൊണ്ടുപോയത്? അത് പിന്നെ മകളുടെ അപ്പനും അമ്മയും അത്രക്ക് ഇഷ്ടമായിരുന്നു കടലമ്മയ്ക്ക്. ഇഷ്ടമുള്ളവരെ കടലമ്മ കൊണ്ടുപോകുമോ? എങ്കിൽ അപ്പൂപ്പനെ എന്താ കടലമ്മ കൊണ്ടുപോകാത്തെ? അപ്പൂപ്പനെ ഇഷ്ടമല്ല മകളെ. മകൾക്ക് ഇഷ്ടമല്ല അപ്പൂപ്പ ഈ കടലമ്മേ. കടലമ്മ ദുഷ്ട മുടിഞ്ഞു പോകും ഈ കടലമ്മ. അരുത് മകളെ, അങ്ങനെ പറയരുത്. മകള് പറയും. പടിഞ്ഞാറൻ കാറ്റ് ഒന്ന് ആജു വീശിയാൽ കടാലിൽ മീൻ പിടിക്കാൻ പോകുന്ന അരയന്റെ വള്ളം ഒന്ന് ആടി ഉലഞ്ഞാൽ അടയാവുന്നതേ ഉള്ളൂ മുക്കുവ കുടിലുകളിലെ വെളിച്ചം. എന്റേതാണ് അപ്പൂപ്പന്റെ മകാളം കൂടി കടം കഥ പറഞ്ഞിരിക്കാണ്. ചെന്ന് വല്ലം കഴിക്കും മകളെ. വാ മകളെ. ഈ മരക്കാൻ ഇത് എവിടെ പോയി കിടക്കാം? ആ സാങ്കിനെ ഞാൻ കണ്ടാണോ ചോദിക്കാനാണ്. അവൻ മുള്ളംകൊല്ലി ബലായനെ പോലെ വെങ്കായം കൊത്തി കടാപ്പുറത്ത് നിൽപ്പണ്ട് കേട്ടാ. കൊമ്പനെ പിടിക്കാനാണെന്നും പറഞ്ഞ് ചൂണ്ടയും കൊണ്ട് കടാപ്പുറത്തേക്ക് പോയതാണ് കേട്ടാ. കൊമ്മനെ പിടിക്കാൻ പോയിട്ട് ഒരു നത്തോടിയെ പിടിക്കാൻ കടാലിൽ ഇറങ്ങിയിട്ട് വേണ്ടേ? അവൻ മടിയനാണ് കേട്ടാ. തുമ്മ മീൻകൊട്ട ചോക്കണോണ്ടാണ് ഈ പൊരയിലെ പട്ടണി മാറുന്നത്. ഇങ്ങനൊരു മരയ്ക്കാനാണല്ലോ ചെമ്പൻകുഞ്ഞു മുപ്പൻ ഈ തലയ്ക്ക് പറ്റി തന്നത്. പഞ്ചിയുമായി കടാലിൽ പോയിട്ട് മീനൊന്നും കിട്ടിയില്ലേ കൊച്ചുരാമേട്ടാ? ആദ്യം പഞ്ചിയുമായിട്ട് കടാലിൽ പോയി ഒരു കൊമ്മനെ കിട്ടി. തെറ്റില്ലാത്ത വിലക്ക് തുറയെ കൊടുത്തിട്ട് നമ്മ പുറയിലേക്ക് പോണ വഴിയാണ് കേട്ടാ. കോളായി പോയില്ല. നമുക്ക് എന്ത് കോളാണ് പഞ്ചമി? അതെന്നാ പറ്റി? നമ്മുടെ കോളെല്ലാം ആ ചെമ്പൻകുഞ്ഞു മുപ്പൻ സ്രാങ്കിന് പിടിച്ച് കൊടുത്തില്ലേ? എന്നതാണ്? ഇങ്ങനെ ഒറ്റന്തടിയായിട്ട് നടന്നാ മതിയാ? ആര് പറഞ്ഞു ഒറ്റാൻ തടിയാണെന്ന്? നമ്മ ഈ കടാലിലെ മീനും ഉണ്ടെങ്കിൽ കൊച്ചിരാമൻ ഒറ്റക്കല്ല കേട്ടാ. അതെ എന്നതാണ്? പുറക്കാട്ട് അപ്പന്റെ മകനൊരു മരക്കാത്തിട്ട് നമുക്ക് ആലോചിക്കട്ടാ.
അതെന്നാത്തിനാണ് നോക്കി പണി പറിക്കാറായപ്പോഴാ നീ എന്ന് പോകാൻ നോക്ക് പഞ്ചമി ഒന്ന് ഇന്ന് മഴക്കാൻ നല്ല തന്തോയത്തിലാണല്ലോ. മീൻ കിട്ടിയ തന്തോയം, മീൻ കിട്ടിയില്ലെങ്കിൽ തന്തോയം, കടലിൽ പോയാ തന്തോയം, പോയില്ലെങ്കിൽ തന്തോയം. നമ്മുടെ സന്തോഷത്തിന് ഒരു കുറവില്ലാതെ മറക്കാത്തി. അഥവാ ഇത്തിരി കുറവുണ്ടെങ്കിൽ തന്നെ അത് നിന്നെ കാണുമ്പോൾ ഉള്ളതാ. അതെന്നാത്തിനാണ് എന്നെ കാണുമ്പോ ഒരു തന്തോയ കുറവ്? നീ ഈ മീൻകൊട്ടയുമായിട്ടും കൂടി വരണത് അയലമത്തിയും വെക്കാനാണാ? ആ കൊച്ചു കാമനെ കാണാനല്ലേ? എന്നെ മനക്കാനാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല കേട്ടാ. വേണ്ട വർത്തമാനം പറഞ്ഞാൽ നാവർത്തി ഞാൻ കടലിലെ മീനിട്ട് കൊടുക്കും. അല്ല പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു മുടിഞ്ഞ സംശയം? ഇവിടെ എന്നതാണ് ഈ മീൻ തറയിൽ ഒരു ചീഞ്ഞ മണം? മീൻ കൊണ്ട ചോക്കട പെരയില് പിന്നെ കസ്തൂരി മണക്കുവാ. ആ കൊച്ചിരാമനെങ്ങാനും ഇങ്ങോട്ട് വന്ന നിങ്ങളെ കണ്ടാന്ന് ചോദിച്ചു. കണ്ടെന്ന് പറയാമെന്ന്. അത് ശരി. നമ്മളെന്താണ് കൊമ്പൻസ്രാവിന്റെ വായപ്പെട്ടെന്ന് കരുതിയാ? ഒമ്പൻസ്രാഗിന്റെ വായ്പെട്ടിരുന്നെങ്കിൽ ഞാൻ വിരവാ പെൻഷൻ എന്തോന്ന്? നിങ്ങൾ അതിന് പുറം കടാല് കണ്ടിട്ടുണ്ടാന്ന്. ഓഹോ, മറക്കാത്ത നമ്മളെ മാറിയും കേട്ടാ. നീ എന്നെ മുള്ളം കൊല്ലി വേലായുധനാക്കരുത് കേട്ടാ. എന്നതാണ് മക്കളെ? ഞാൻ ഇങ്ങനെ കൂടെ തോറ്റപ്പാ. എന്നാ പറ്റി മകളെ? കടാപ്പുറത്തോട് ഒരു കഷ്ണം മീൻ വിൽക്കാൻ മേലാതായി. എന്നാ പറ്റി? അയിലേം ചാളയും വിൽക്കാൻ പോണത് കൊച്ചിരാമനെ കാണാൻ പോകാണെന്നാണ് ഇങ്ങനെ പാടി നടക്കുന്നത്. ചുമ്മാ പറഞ്ഞാണ് വഞ്ചിയിടപ്പ. മകളെ കുറിച്ച് വേണ്ട വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കി കൊമ്പൻസാവിന് ഇട്ട് കൊടുക്കും കേട്ടാ ഞാൻ. വഞ്ചിയിടപ്പ മുണ്ടരുത്. എന്റെ ചക്കിയുടെ ആങ്ങളയുടെ മകനായതുകൊണ്ട് ക്ഷമിക്കുകയാണ് കേട്ടാ. അപ്പന് പറ്റിയ തെറ്റാണ് മകളെ. എന്റെ ചക്കിക്ക് മരണപ്പായയിൽ കിടന്നു കൊടുത്ത വാക്കാണ്. അതിങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടാ. അപ്പാ അങ്ങനെ പറയരുതപ്പാ. എന്റെ മരക്കാനൊരു പാവമാ. എന്റെ മകൾക്ക് ഒരു നല്ല ജീവിതമോ ഒരു സുഖമോ എന്നാത്തിന് ഒരു കുഞ്ഞിക്കാര് കാണാൻ പോലും ഭാഗ്യമുണ്ടായില്ല കേട്ടാ. അതിനല്ലേ ഇപ്പൊ നമ്മുടെ ചക്കി മകളുള്ളത്. അവളുള്ളപ്പോ സങ്കടം ഉണ്ടാ? സന്തോഷമല്ലേ ഉള്ളൂ. മകളപ്പനെ ഒപ്പിച്ച് കളഞ്ഞു കേട്ടാ. കൊച്ചുരാമൻ മിടുക്കനാണ് മകളെ. ഈ കടലറിയാവുന്ന അറിയാം. അവന്റെ അമ്മ നീലിപ്പെണ്ണ് എന്നോട് പറയുമായിരുന്നു പഞ്ചമിയെ കൊച്ചുരാമന് കൈപിടിച്ചു കൊടുക്കണമെന്ന്. പക്ഷേങ്കിൽ എന്റെ ചക്കിക്ക് കൊടുത്ത വാക്ക് മാറ്റാൻ പറ്റുമോ മകളെ? അപ്പാ ഈ കടലും കടാപ്പുറം ഉള്ളിടത്തോളം കാലം അപ്പന്റെ മകള് മീൻകൊട്ട ചോന്നിട്ടാണേലും ജീവിക്കും. പിന്നെ മടിയനാണേലും എനിക്കും ഉണ്ടല്ലോ അപ്പാ കൂട്ടിനൊരു അറിയാൻ. വഞ്ചി നല്ല കാറും പോടും കാണുന്നുണ്ടല്ലോ കൊച്ചുരാമ. മീൻപിടുത്തക്കാരോട് വഞ്ചിയുമായിട്ട് കടാലിൽ പോകരുതെന്ന് കളക്ടർ സാർ ആഗ്രഹിച്ചിട്ടുണ്ട്. അടിക്കടി ഉണ്ടാവുന്ന കാറും പോടും തുറക്കാര് പട്ടിണിയിലാവുമല്ലോ കൊച്ചുരാമ. അത് നേരാണ്. എന്നർത്ഥ നമ്മക്ക് പുറകിലിരിക്കാൻ പറ്റോ? ചെറുവഞ്ചിയുമായിട്ട് പുറങ്ങടാലിൽ പോകണമെന്നുണ്ട് ഈ കൊച്ചുരാമന്. അത് വേണ്ട കേട്ടോ. കാറ്റിനോടും കടലിനോടും മല്ലടിക്കരുത്. നമ്മ നേടില്ല കേട്ടാ. ഈ കടലമ്മ നമ്മളെ ചതിക്കോ മുപ്പ? ഇതുപോലൊരു കാറും കോളും ഉള്ളപ്പോഴാണ് മകാളിനെ മരയ്ക്കാൻ പളനി ചൂണ്ടായും വഞ്ചിയുമായി പുറങ്കടാലിൽ പോയത് കേട്ടാ. ഉമ്മ ആരേമാര് ഈ കടലമ്മയുടെ മക്കളല്ലേ? നെറികേട് കാണിക്കോ കടലമ്മ? അന്ന കൊച്ചുരാമൻ ധൈര്യമായിട്ട് പോയിട്ട് വേണം. ആ ഉമ്മ പോയിട്ട് വരാ. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ
മാനത്ത് പറക്കണ ചെമ്പരുന്തേ മാനത്ത് പറക്കണ ചെമ്പരുന്തേ നീ നിന്നു മത്തിയോ ജമ്മീനോ നീ നിന്ന് മത്തിയോ ജമ്മീനോ അതിന്റെ പള്ളിയില് പെരുന്നാള് വന്നു അതിന്റെ പള്ളിയില് പെരുന്നാള് വന്നല്ലോ ഒരു നല്ല കോരുതാ കടലമ്മേ ഒരു നല്ല കോരുതാ കടലമ്മേ പണ്ടോര് മുക്കുവൻ മുത്തിനു പോയി പണ്ടോര് മുക്കുവൻ മുത്തിനു പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി അരയത്തി പെണ്ണ് തപസ്സിരുന്ന് അരയത്തി പെണ്ണ് തപസ്സിരുന്ന് അവനെ കടലമ്മ കൊണ്ടുവന്ന് അവനെ കടലമ്മ കൊണ്ടുവന്ന് അരയൻ കോണിയിൽ പോയാലേ അവനെ കാവല് നീയാണേ എന്നാണേ എന്നാണേ കണവൻ നല്ലേ നിക്കരതാണില്ല പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ അപ്പൂപ്പ അപ്പൂപ്പനെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കട്ടെ ഇംഗ്ലീഷോ? അപ്പൊ പിന്നെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് കളക്ടർ ഉദ്യോഗം വാങ്ങാൻ പോകണോ? തുറയിലെ മുക്കുവരെ കുറിച്ച് ഡോക്യുമെന്റ് എടുക്കാൻ സായിപ്പുമാര് വരുന്നുണ്ട് അപ്പൂപ്പ നേരാണോ മകളെ? ആ ഈ തുറയിലെ മുതിർന്ന അരയനാണ് എന്റെ അപ്പൂപ്പൻ അത് നേരാണ് കേട്ടോ. ഈ തുറയിലെ ഏറ്റവും മുതിർന്ന ആരെയാണ് അപ്പൂപ്പൻ? ആ അതുകൊണ്ടാ അപ്പൂപ്പൻ ഇംഗ്ലീഷ് പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചത് അതിനല്ലേ അപ്പൂപ്പന്റെ ചക്കി മകളുള്ളത്. സായിപ്പിനോട് ഇംഗ്ലീഷ് പറയാൻ. അപ്പൂപ്പ അപ്പൂപ്പന്റെ ചക്കി മകള് അച്ഛനെ പോലെയാണോ ഇരിക്കുന്നേ അമ്മയെ പോലെയാണോ ഇരിക്കുന്നേ അപ്പൂപ്പന്റെ ചക്കി മകള് കറുത്തമ്മച്ചിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ചേലും ആ നിറവും ആ ചിരിയും എല്ലാം കറുത്തമ്മച്ചിയെ പോലെ തന്നെയാണ്. പക്ഷേ എങ്കിൽ സ്വഭാവം മാത്രം പളനിയപ്പന്റേതാണ്. അപ്പൂപ്പ ആ, എന്റെ അച്ഛനെ മുക്കുവന്മാര് കടലമ്മയുടെ കറുത്ത മുത്ത് എന്ന് വിളിക്കുന്നത് എന്താ അപ്പൂപ്പ തുറക്കാർക്കും കരക്കാർക്കും കടലമ്മ തന്ന കറുത്ത മുത്താണ് മകാന്റെ അപ്പൻ പളനി. എന്റെ അച്ഛനെ കടലിൽ നിന്നാണോ അപ്പൂപ്പന് കിട്ടിയത് അതേല്ലോ, മകള് കേട്ടതെല്ലാം സത്യാണ്. പണ്ടൊരിക്കെ അപ്പൂപ്പനും വഞ്ചിക്കാരും കൂടി ചാകരക്കോളെന്ന് കേട്ട് വഞ്ചിയുമായി പുറംകടാലിൽ പോയി വള്ളം നിറയെ മീനുമായി അമരത്തിരുന്ന് അപ്പൂപ്പൻ വള്ളം തുഴഞ്ഞ് കരയിലേക്ക് വരുന്ന വഴി ഒരു വള്ളപ്പാടകലെ മറ്റൊരു വഞ്ചിയിൽ അമരത്തിരുന്ന് വള്ളം തുഴഞ്ഞ് തിരമാലകളെ വകഞ്ഞു മാറ്റി മറ്റൊരു വള്ളത്തിൽ വള്ളം നിറയെ മീനുമായി മകളുടെ അപ്പൻ പളനി പാഞ്ഞുപോയി. അപ്പൂപ്പനെ നോക്കി ഒരു ചിരി ചിരിച്ചു കേട്ടാ. എന്നിട്ട് പിന്നീട് അപ്പൂപ്പൻ അച്ഛനെ കണ്ടില്ലേ കണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞ് അപ്പൂപ്പൻ കടാപ്പുറത്ത് ചെല്ലുമ്പോൾ മണത്തിട്ടയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പൂപ്പൻ ചോദിച്ചു, മകാനെ നിന്റെ നാട് എവിടെയാണ്, വീട് എവിടെയാണ്, അപ്പനുണ്ടോ അമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറയാണേ, എന്റെ നാടും വീടും എല്ലാം അപ്പനും അമ്മയും എല്ലാം ഈ കടപ്പുറമാണെന്ന്. അപ്പൂപ്പന് വലിയ സങ്കടം തോന്നി. മകാനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് കഞ്ഞിയൊക്കെ കൊടുത്ത് മകളുടെ അമ്മയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൂപ്പന് വലിയ സന്തോഷമായി. ഒരു ദിവസം നിശ്ചയിച്ച് ഈ കരക്കാര് തുറക്കാര് എല്ലാരും വിളിച്ചു വരുത്തി വലിയ സദ്യ ഒരുക്കി മകളുടെ അമ്മച്ചിയെ കൈ പിടിച്ച് പളനിയപ്പനെ ഏൽപ്പിച്ചു. അങ്ങനെയാണല്ലേ അങ്ങനെയാണ്. ആ, ദേ വന്നു മകളെ.
വിളിയാട്ടല്ല പഞ്ചി. വിളി കേട്ടിട്ട് ഇപ്പൊ എന്നാത്തിനാണ്? നീ ഇത് കണ്ട? കൊമ്പനാണ് കൊമ്പൻ. രാഘവേട്ടന്റെ കൂടെ കടലിൽ പോയി ചൂണ്ടയിട്ട് പിടിച്ചതാണ് കേട്ടാ. ചൂട് കൊമ്പനെ കിട്ടണെങ്കിലേ പുറം കടാലിൽ പോയി ചൂണ്ടയിട്ട് പിടിക്കണം. ഇത് കൊമ്പനല്ല കേട്ടാ. അത് ശരി. എന്നാ നീ കേട്ടോ, ഞാനും ഒരിക്കൽ കടലിൽ പോകും. ചൂണ്ടായിട്ടൊരു കൊമ്പനെ പിടിക്കും. നീ കണ്ടോ പഞ്ചി? കണ്ടാ മതിയായിരുന്നു എന്റെ കടലമ്മേ. ഞാനും രാഘവനെ പോലെ ഈ കടാലറിയുന്ന ഒരു അരേനാകും പഞ്ചി. നിങ്ങ അറിയനല്ലെന്ന് ആര് പറഞ്ഞു? നിന്റെ അപ്പം പറഞ്ഞു. അത് ഒന്ന് മനസ്സിൽ വെക്കണ്ട കേട്ടാ. നിങ്ങ ഈ പഞ്ചമിയുടെ അരേനാണ്. അത് കടാലിലല്ല കേട്ടാ, ഈ നെഞ്ചിലാണ്. എന്റെ പഞ്ചി, മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ. വന്നു വല്ല കഴിക്ക്. നല്ല കപ്പ ഒഴുകിയതും അയലക്കറി ഇരിപ്പുണ്ട്. വന്നു വല്ല കഴിക്ക്. അതിനാരാണല്ല വിശപ്പിന്റെ കാര്യം ഒന്നും പറഞ്ഞിരിക്കാത്ത. പിള്ളേച്ചന്റെ ചായക്കള്ളിരിക്കുമ്പോ കുട്ടപ്പള്ള സാർ എന്നോട് പറഞ്ഞതാണ്. എന്റേതാണ്. മരക്കാര് മുതലാളി മൂപ്പനെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. കേസ് എന്നാത്തിനാണ്? പരീക്കുട്ടി മുതലാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മൂപ്പനെ സംശയമുണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചു മുതലാളിയെ കൊലപ്പെടുത്തി കടാലിൽ വലിച്ചെറിഞ്ഞതാണ് കേസ്. സുഖമില്ലാതിരുന്നപ്പോൾ കൊച്ചുമുതലാളിയുമായി അല്ലറയിലുള്ള വാക്കുതർക്കമുണ്ടായി എന്നുള്ളത് നേരാണ് കേട്ടാ. പാലീസിന് പരാതി കിട്ടിയ കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മൂപ്പ. എന്നാലും പോലീസുകാർ പുരയിൽ വരുന്നത് നാണക്കേടല്ലേ കൊച്ചുരാമ? പോരാഞ്ഞതിന് ഒരു കൊച്ചുമകാള് വളർന്നു വരുന്ന കുടിലല്ലേ ഇത്? അത് നേരാണ്. പോലീസുകാരിൽ വകതിരിവില്ലാത്ത കൂട്ടുണ്ട്. അവർക്ക് പരിപ്പോ ചെറുപ്പോ ഇല്ലല്ല. നേരെ അറിയുന്ന കടല്ലമ്മ മൂപ്പനെ കൈവടില്ല കേട്ടാ. എന്നാ മുമ്പ് അങ്ങ് തുറയിലേക്ക് അല്ലട്ടെ. ശരി കൊച്ചുരാമ. അവിടെ രാഘവട്ട് മഞ്ചിയായിട്ട് കാത്തിരിക്കാണ്. ശരി കൊച്ചുരാമ. കൊച്ചിരാമേട്ടൻ വന്നിട്ട് പോയോ അമ്മ? എന്റെ നാട് കേസിന്റെ കാര്യം മറ്റേ പറയണ കേട്ടല്ല. മുതലാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുതലാളി അപ്പനെതിരെ പരാതി കൊടുത്തിരിക്കാം. അതെന്നാത്തിനാണ്? കരിക്കുട്ടി മുതലാളിയുടെ മരണത്തിൽ അപ്പന് സംശയമുണ്ടെന്ന് മകാണ്. ഇതെന്തൊരു ഏർപ്പാടാണ്? ഇത്രയും നാളില്ലാത്തൊരു കേസ്. അത് മാത്രമാണോ? കൊച്ചു മുതലാളിയുടെ കൂടെ ഈ ചേച്ചിയും ചാടിയല്ല. അതാര് പറയാനാണ് മകാൾ? പോയത് നമുക്കല്ലേ. മകാള് അപ്പന്റെ കാലം കൂടെ ഇങ്ങോട്ട് തുറയിൽ വരെ പോയിട്ട് വരാം. ചുമ്മാ പറ്റില്ല കേട്ടാ. ഒരേല് നല്ല പണിയുണ്ട്. അറിയില്ല, ബെൽറ്റ് ഓടും തുടങ്ങിയിടോ. ഒരുത്തരെ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ലല്ലോ. അത് നേരാ കുട്ടമില്ല സാറേ. നമ്മൾ വന്ന വഴിക്ക് ആണുങ്ങൾ നമുക്ക് കൂടെ പോലുമില്ല. മുച്ചിട്ട് കയറാണെങ്കിൽ സ്ഥലം വിടുകയും ചെയ്തു. ചന്തയും തള്ളേ പൂവാന ശല്യം എന്ന് പറഞ്ഞേ പരാതി ഒന്നും സ്റ്റേഷനിൽ തരുന്നില്ല. അത് തന്നിരുന്നെങ്കിൽ ആ പിള്ളേരെ കടപ്പുറത്ത് പൊക്കാമായിരുന്നു. അതെങ്ങനെയാ കുട്ടമ്പിള്ള സാറ്? തന്തേം തള്ളേ സ്റ്റേഷനിൽ പരാതിക്ക് പകരം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തിരിക്കല്ലേ ചാറ്റ് ചെയ്യാൻ. അതെന്ത് കോപ്പാടോ പറഞ്ഞു ചാറ്റ് എന്ന് പറഞ്ഞാൽ? അതറിയില്ലേ കുട്ടമ്പിള്ള സാറിന്? ചുമരി ചച്ച ചാ
ഇതാണ് ചാത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോണിന്റെ ഇങ്ങിത്തലക്കൽ ആൺകുട്ടി ശ്യാം, മറ്റൊരു ഫോണിന്റെ ഇങ്ങത്തലക്കൽ പെൺകുട്ടി ചോ, ഇങ്ങനെ രണ്ടാളും കൂടി ശ്യാം ചച്ച ചൂം ചച്ച മതില് ചാടി വാ. ഇതിനാണ് ചാറ്റ് എന്ന് പറയുന്നത്. അത് കൊള്ളാമെന്ന് വിചാരിക്കുമോ? ഇതിലേ എനിക്കൊരു പൂതി. ഓ, ചാറ്റ് ചെയ്യാനായിരിക്കും. അതെന്താണ് ഒരു കുട്ടപ്പിള്ള സാറിന് ചാറ്റ് ചെയ്താൽ കുഴപ്പം? ഒരു കുഴപ്പമില്ല കുട്ടമ്പിള്ള സാറേ, ധൈര്യമായി തുടങ്ങിക്കോ ചാറ്റ്. ഈ പൊറിഞ്ഞു പോലീസേ എന്തിനും ഏതിനും എപ്പോഴും കൂടെ ഉണ്ടാകും. എങ്കിലേ നമ്മുടെ സ്റ്റേഷൻ അടിച്ചു വരാൻ വരുന്ന തട്ടാത്തി ജാനു. ഓ, ആ തട്ടാത്തി ജാനുവോ? ആ ജാനുവിന് വാങ്ങി കൊടുക്കണം ഒരു മൊബൈല്. അത് വേണോ കുട്ടമ്പിള്ള സാറേ? എടോ പൊറിഞ്ഞു, ഈ കുട്ടമ്പിള്ള സാറിന്റെ രോമം 5-6 നരച്ചെന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായോ ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനായി കുട്ടമ്പിള്ള സാറിന്? തനിക്ക് മനസ്സിലായല്ലോ. കുട്ടമ്പിള്ള സാറ്, ഡിപ്പാർട്ട്മെന്റിലെ വനിതാ പോലീസുകാർ ആരെങ്കിലും ഒരു ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. സാറ് പെട്ടെന്ന് തന്നെ ചാൻ കൊടുക്കുന്ന കാര്യം പറയലടോ പൊറിഞ്ഞു. ഒരു പങ്കലിൽ നിർത്താവുന്ന 6 പെൺമക്കളാ പെര നടന്നു നിൽക്കുന്നത്. സാർ, നമ്മൾ ഒന്ന കാര്യം മറന്നു. ഓ, ഞാനും പറഞ്ഞു. ചെമ്പൻകുഞ്ഞെ, ചെമ്പൻകുഞ്ഞെ, ചെമ്പൻകുഞ്ഞില്ലേടി ഇവിടെ? അപ്പൊ കടാപ്പുറത്തേക്കാണെന്ന് പറഞ്ഞ് പോയതാണ്. നിങ്ങൾ സാറുമാരെ എന്നതിനാണ് ഈ കടാപ്പുറത്ത് മീൻപരല് കിട്ടാത്ത പോലെ ഇങ്ങനെ ചുറ്റണത്? പോലീസുകാരോടാ അല്ലേ നിന്റെ കളിതമാശ? കുട്ടമ്പിള്ള സാറിന് ഇവൾക്ക് ശരിക്കും മനസ്സിലായില്ല തോന്നുന്നു. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ പൊറിഞ്ഞു മരക്കാത്തിക്ക? കടാപ്പുറം കല്ലുകാർത്തിയാൻ ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല ബീഡി കുഞ്ഞമ്മ, ഇല്ല. സാറുമാർക്ക് ആരും പറയണ്ട. കടാപ്പുറം കല്ലുകാർത്തിയാനി മുതൽ പട്ടാളം ജാനകി വരെയുള്ള കടാപ്പുറത്തെ പെൺകുട്ടികളെ ഒതുക്കിയിട്ടുള്ള സാറാ ഈ ഇരിക്കുന്ന കുട്ടമ്പിള്ള സാറ്. കുട്ടമ്പിള്ള സാറിന്റെ ലാത്തിയുടെ ചൂടറിയാത്ത ഒരു കടാപ്പുറ പെൺകുട്ടികളെ പോലും ഈ തുറയിലില്ല. ചെമ്പൻകുഞ്ഞ് തുറയിലേക്ക് തന്നെ ആണ്ടി പോയത് അതാ സുകുമാരക്കുറിപ്പ് മുങ്ങിയതുപോലെ മുങ്ങിയതാണോ? എവിടെ മുങ്ങിയാലും കുട്ടമ്പിള്ള സാറ് ചൂണ്ടല്ലേ കൊഴുത്താതിരിക്കില്ല. കടപ്പുറത്ത് നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് ചെമ്പൻകുഞ്ഞിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പന്റെ പേരിൽ എന്നതാണ് സാറ് കേസ്? കൊലപാതകം. മരണപ്പെട്ടയാൾ ഒരു പരീക്കുട്ടി. കൊച്ചു മുതലാളി കടാലി ചാടിയതിന് അപ്പൻ എന്നെ ചെയ്യാനാണ്? അതെല്ലാം സ്റ്റേഷനിൽ വരുമ്പോ CI സാറിനോട് പറഞ്ഞാൽ മതി. ഈ CI സാറ് ആള് പുലിയാണ് കേട്ടോ, പുലി. പുലിക്കോടൻ കേശവന്റെ ചെറുമകൻ. അതായത് ചുട്ടൽ മർമ്മ ചികിത്സയുടെ പിതാവാണ് പുലിക്കോടൻ കേശവുള്ള. ഈ പുലിക്കോടൻ കേശവന്റെ അരിമ ശിഷ്യനാണ് ഈ നിൽക്കുന്ന കുട്ടമ്പിള്ള സാറ്. കുട്ടമ്പിള്ള സാറിന്റെ കയ്യിൽ ഒരു പ്രതിയെ കിട്ടിയാൽ ഉരുട്ടൽ മുതൽ ഈർക്കിളി പ്രയോഗം വരെ നടത്തും. പൊറിഞ്ചു, നമുക്കങ്ങ് ഇറങ്ങിയാലോ? ഓ സാറ്, ചെമ്പൻകുഞ്ഞ് വരുമ്പോ പറഞ്ഞേക്കും സ്റ്റേഷൻ വരെ വരാൻ. വെറും കയ്യോടെ ആയിരിക്കരുത്, പോക്കറ്റില് ഗാന്ധി പാപ്പനെ കരുതിക്കും. സ്റ്റേഷനിൽ അല്ലറ ചില്ലറ ചെലവുണ്ട് കേട്ടോ. വാട പൊറിഞ്ചു. കാണേണ്ടതുപോലെ ഈ കുട്ടമ്പിള്ള സാറിനെ കണ്ടാലേ അഴിയെണ്ണാതെ രക്ഷപ്പെടാം. എങ്കിലേ രക്ഷപ്പെടുത്താൻ കോട്ടിട്ട ആളൂർ വക്കീലന്മാർ വന്നിട്ട് ഒരു കാര്യമില്ല, തട്ടി അകത്താക്കും. എന്നതാണ് മകളെ പോലീസുകാർ വന്നിട്ട്? അപ്പനോട് പോലീസ് സ്റ്റേഷൻ വരെ ചെല്ലാൻ പറഞ്ഞപ്പാ. അതെന്നാത്തിനാണ്? കൊച്ചു മുതലാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചോദിക്കാനാണെന്നാണ് പറഞ്ഞത്. കൊച്ചുമൊരാളി മാത്രമല്ലോ കടലിൽ ചാടി ചത്തത്, കൂടെ നമ്മ മകളും ചാടിയതല്ലേ? ഇതെന്തൊരു ഏർപ്പാടാണ്? ഇങ്ങനെ പോയാല് ഒക്കിയിലും സുനാമിയിലും പെട്ട് മരിച്ചവരെയൊക്കെ സമാധാനം അപ്പം പറയേണ്ട വരുമല്ല. എല്ലാത്തിനും നമ്മ കടലമ്മയുണ്ടല്ലോ മകളെ. പരീക്ഷ പാസ്സായി. ആണോ? ആ, എല്ലാ വിഷയത്തിലും പിള്ളേർക്ക് ആണോ? എന്റെ കടലമ്മേ, ഞങ്ങൾ പാത്ര നീ കേട്ടല്ലോ. അപ്പൂപ്പന്റെ ചക്കിമകളെ ഈ തുറയിലെ ആദ്യത്തെ റാങ്കുകാരിയാണ്. ആണോ? എന്നതാണ് അപ്പനും മകളും കൊച്ചു മകളും കൂടി ഒരു സന്തോഷം. കടാപ്പൊന്നു വല്ലതും കിട്ടിയ ആ കടാപ്പണ്ണിന് നിങ്ങ അറിഞ്ഞ നമ്മുടെ മക
നേരിതും കിട്ടുമല്ലോ. ഒരു പാട്ടാ പിടിക്കും. ഇപ്പൊ എന്നാത്തിനാണ് ഒരു ഫോട്ടം പിടിക്കല്? പുറക്കാട്ട് കടാപ്പുറത്ത് പോയി മൂന്നാമതൊരു മരക്കാത്തിയെ പിടിക്കാനാണ്. അങ്ങനെയാണ് ഈ പഞ്ചിയുടെ അപ്പന്റെ കൂടെ നമ്മളും കൂടി പോയാലാ. അപ്പന് പറ്റിയില്ലെങ്കി സാഞ്ചിന് പറ്റിയാലാ. ആ പെണ്ണങ്ങ പിടയ്ക്കാണ്. അതല്ലടി മകളെ, പണ്ട് അത്തിങ്കൽ പള്ളി പെരുന്നാളിന് ചേർന്ന് ചെന്നപ്പോ ചക്കി ഓർത്ത് ഒരു ഫോട്ടോ എടുത്തു. അതാ സുനാമിയിലൊക്കെ ഒലിച്ചു പോയി. അതാണ് മകളെ. എന്നാ നമുക്കൊരു ജോയിന്റും ഫോട്ടോ എടുത്താലാ, ഫ്രെയിമും ചെയ്ത് വെക്കാലാ. അത് നേരാണ് കണ്ടത്. ഫോട്ടോ പിടിക്കാനുള്ള ആൾക്കാർ വന്നാലോ മുമ്പോ പോയി വിളിച്ചോണ്ട് വരട്ടാ. എന്റെ മകളെ അവരെ കൊട്ടിക്കൊണ്ട് വാ. പോലീസ്! ചെമ്പം കുഞ്ഞു മരയ്ക്കൽ. ഞാൻ സ്റ്റേഷനിൽ പുതിയതായി ചാർജ് എടുത്ത ഓഫീസറാണ്. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നിങ്ങളകത്തേക്ക് തുറയിൽ താമസം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഉമ്മ ജനിച്ച നാൾ മുതൽ ഈ തുറയിലാണ് സാറ് താമസം. മത്സ്യബന്ധനമാണ് തൊഴിൽ അല്ലേ? അതെ സാർ. മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ചിട്ട് എത്ര വർഷമായി? നമുക്ക് 12 വയസ്സ് കൂട്ടുള്ളപ്പോൾ അപ്പന്റെ കൂടെ കടാലിൽ മീൻ പിടിക്കാൻ തുടങ്ങിയതാണ് സാർ. ഇപ്പോൾ വയസ്സ് എത്ര വരും? ഒരു 80 മേലെ വരും സാർ. കടലും കിടപ്പുറവുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് 68 മേലെ വരും അല്ലേ? കാറും സ്കൂളും സുനാമികളും ഏറെ കണ്ടിട്ടുള്ളവരാണ് സാറേ ഈ ചമ്പൻകുഞ്ഞ്. കടലമ്മ കനിതുള്ളി വരുന്ന തിരമാലകളിലും സുനാമിയിലും പെട്ട് ഒട്ടനവധി ദുരിതവും പട്ടിണിയും അനുഭവിച്ചിട്ടുണ്ട് സാറേ. രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് കിടപ്പുറത്ത് സഞ്ചരിക്കാറുണ്ട്. നമ്മ സൂര്യോദയം മുതൽ ഈ കടാലും കടാപ്പുറവുമായി കഴിഞ്ഞു പോടും സാറേ. പിന്നെ ഇപ്പൊ പ്രായമായപ്പോ വൈകുന്നേരമാകുമ്പോ പുരയിലേക്ക് പോരും സാറേ. കടലിന്റെ ആഴം കരയിൽ നിന്നും എത്ര ദൂരം? കടലിന്റെ ആഴം നമുക്ക് അളക്കാൻ പറ്റുമോ സാറേ? എത്രയാൾ വലുപ്പമുള്ള കൊമ്പൻ സ്രാവുകളെയാണ് ചൂണ്ടയിട്ട്? കടലിന്റെ കനപ്പോടോ കാണാ പൊന്നിന് പോരോടെ പോയി വരുമ്പോൾ എന്ത് കണ്ടുവരും? പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? ഞങ്ങളെ കണ്ടപ്പോ കേരള കമ്മീഷൻ റിപ്പോർട്ട് കണ്ടിട്ട് സിനിമാക്കാര് പായുന്ന പോലെ പായുന്ന ഈ വല്ല വാവിൽ മുട്ടാൻ പോയോ? നുമ്മ പഞ്ചിയുടെ മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ പഞ്ചിയുടെ പോഞ്ചിയാൻ പഞ്ചറാക്കും. സാർ എന്താ തന്റെ പേര്? സ്രാങ്ക്. നുമ്മ പഞ്ചിയുടെ മറക്കാനാണ്. മറത്തവളേന്നോ? അല്ല, ചമ്പകുഞ്ഞു മൂപ്പന്റെ മോള് പഞ്ചിനെ നമ്മളാണ് കെട്ടിയിരിക്കണത്. എവിടേക്കാണ് ധൃതി പിടിച്ചുള്ള പോക്ക്? കടലില് കൊമ്പസാനെ പിടിക്കാൻ പോണാണ്. നീ ആരുടെ കടൽ കൊമ്പനണ്ട? അല്ല, കടൽ കൊമ്പനല്ല സാറേ, ഇപ്പൊ പാഞ്ചി കൊമ്പനാ. എന്താ പാഞ്ചിയുടെ കൊമ്പനിക്ക് മാറി നിൽക്കടാ. CI സാർ ചോദിക്കുന്നതിന് മണിമണിയായിട്ട് ഉത്തരം പറഞ്ഞോണം, ഇല്ലെങ്കിൽ നിന്റെ നട്ടലിയ തൂക്കം. ചെമ്പൻകുഞ്ഞിന്റെ മംഗളമായി നിന്റെ വിവാഹം കഴിച്ചിട്ട് എത്ര? അത് ഒരു കാറുമ്പോളും ഇറങ്ങുന്ന നേരത്തായിരുന്നു കേട്ടാ. നിന്റെ വിവാഹം നടന്നിട്ട് എത്ര വർഷമായെന്നാണ് സാർ ചോദിച്ചത്, അല്ലാതെ കാറും പോളും പെയ്തിറങ്ങിയ സമയത്തെ കടലാമേനെ പിടിക്കാൻ പോയ കാര്യമല്ല ചോദിച്ചാ. മനസ്സിലായടാ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. കുടുംബക്കാർ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നോന്ന് മനസ്സിലായോ? അതെ, പൊഞ്ചിക്ക് നമ്മളെ വലിയ ഇഷ്ടമായിരുന്നു. അതെനിക്ക് തന്നോടോ ഇഷ്ടമായിരുന്നു സാറേ. ഈ കടലോളം ഇഷ്ടമായിരുന്നു. ഇവരുടെ ടൈറ്റാനിക്കിലെ ജാക്കും റോസുമാണോ? അല്ല,
വിവാഹത്തിന് ശേഷം നിങ്ങൾ രണ്ടാളും ഈ പുരയിൽ തന്നെയാണോ താമസം? അല്ല, അപ്പനും പുറക്കാട്ടൊരു ബന്ധുവീടുണ്ടാവും. കുറെ കാലം ഞങ്ങൾ അവിടെയാണ് പിന്നെ എന്താ പുറക്കാട്ട് നിന്ന് അവിടെ താമസം ഇവിടേക്ക് മാറ്റാനുള്ള കാരണം? ഇവിടെ കുടില് അപ്പം തനിക്കല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകും. ഈ ചെമ്പൻ കുഞ്ഞാളെങ്ങനെയാ സ്വഭാവത്തിന്റെ കാര്യത്തിൽ? കാർത്തുമ്മേച്ചി കടാലിൽ ചാടി മരിച്ചതിന് ശേഷം അപ്പനാളാകെ മാറി സാറേ. കറുത്തമ്മയുടെ മരണത്തിന് മുമ്പ് ചെമ്പൻ കുഞ്ഞിന്റെ സ്വഭാവം ഒന്ന് വിവരിക്കാം. കാണിച്ചക്കാരനും ദേഷ്യക്കാരനും പണത്തോട് ആർത്തിയുള്ള മനുഷ്യനുമായിരുന്നു സാറേ. ഈ കറുത്തമ്മയോടൊപ്പം കടലിൽ ചാടി മരിച്ച പരീക്കുട്ടി എന്ന ആളെ അറിയുന്നു? അറിയും. ഈ പരീക്കുട്ടി ആളെങ്ങനെയാ? നല്ലവനാണ് സാറേ. തുറക്കാർക്ക് ദൈവത്തെ പോലെയാണ് കൊച്ചുമുതലായി. ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ? പണമായിട്ടും മീനായിട്ടും കൊച്ചുമുതലാളി ഒരുപാട് കടം കൊടുക്കുമായിരുന്നു കേട്ടാ. കടലിൽ ചാടി മരിച്ച കറുത്തമ്മയെ പരീക്കുട്ടി ഇഷ്ടത്തിലായി അല്ലേ എന്നാണ് തുറക്കാര് പറയണ നമ്മള് കേട്ടിട്ടുള്ളത് കേട്ടാ. തുറക്കാർ എങ്ങനെ പറയുന്നതാണ് കേട്ടത്? കാർത്തുമ്മേച്ചിയെ കുറിച്ച് തന്നെയാണ്. അരിയത്തി പെണ്ണ് പഴച്ചു പോയാൽ കര മുടിയുമെന്നും അരേനെ കടലമ്മ കൊണ്ടുപോകുമെന്നാണ് കേട്ടോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ കടലിൽ ചാടി മരിച്ച പരീക്കുട്ടിയും ജമ്മക്കുഞ്ചും തമ്മിൽ എങ്ങനെയായിരുന്നു അടുപ്പം? നല്ല ലോക്യക്കാരായിരുന്നു സാറേ. കൊച്ചുമുതലാളി അപ്പനും ഇഷ്ടംപോലെ പണവും മീനും കടം കൊടുക്കുമായിരുന്നു. ചെമ്പൻകുഞ്ഞിന് വള്ളവും വലയും വാങ്ങാൻ പണം നൽകിയത് പരീക്കുട്ടിയാണ് അല്ലേ? അതെ. പിന്നീട് ആ പണം തിരിച്ചു നൽകിയില്ല അല്ലേ? അത് നമുക്കറിയില്ല കേട്ടോ. എന്നാലും കടലിൽ നിന്ന് കിട്ടുന്ന മീൻ കൊച്ചുമുതലാളിക്ക് കൊടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലിൽ നിന്ന് കിട്ടിയ മീൻ ചെമ്പൻകുഞ്ഞ് പരീക്കുട്ടിക്ക് നൽകിയില്ല അല്ലേ? ഇല്ല. അതിന്റെ പേരിൽ കടപ്പുറത്തും കുടിലും വന്ന് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയാമോ? നേരിട്ട് അറിയില്ലെങ്കിലും തുറയിലെ ആളുകൾ പറയണം നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടാ. തുറക്കാർ ആരോട് പറയുന്നതാണ് കേട്ടത്? അപ്പന്റെ ബന്ധുവായ അച്യുതൻ മരക്കാരനോട് പറയണതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അല്ലേ? അതും കരക്കാര് പറയണതാണോ നമ്മൾ കേട്ടേക്കണത്. ശരി, കുട്ടപിള്ള ഇയാളുടെ ഫോട്ടോ ഒന്ന് എടുത്തു. വിളിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് വരണം. ഉവ്വ. നേരെ നിൽക്കണോ? സാർ പറഞ്ഞത് കേട്ടില്ലേ? ഉവ്വ. ഒറ്റയ്ക്ക് വരാൻ ഭയമാണെങ്കിലേ കുട്ടിനും മരിക്കാത്ത പഞ്ചമിയെ അപ്പുറത്തെ അകത്ത് അപ്പൊ പറക്കാത്തുണ്ട്. വിളിക്കണം. ഒന്ന് വിളിക്കും. അപ്പാ എന്നതാണ് കൊച്ചിരാമ? ഉമ്മ വഞ്ചി എടുക്കാൻ വേണ്ടി കടാപ്പുറത്ത് ചെന്നപ്പോ തുറയിൽ നിന്ന് കേട്ടതാണ്. എന്നതാണ്? കരയിലുള്ള അറിയമ്മ മുതിർന്ന അറിയന്മാരോടൊക്കെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ആ CI സാറ്. എന്നാത്തിനാണ്? കൊച്ചുമുതലാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. കൊച്ചുമുതലാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മരക്കാർ മുതലാളി നമുക്കെതിരെയല്ലേ പരാതി കൊടുത്തിട്ടുള്ളത്? അതിന് പ്രായമായ മുക്കുവരെന്ത് പഴിച്ചു? സുനാമിയില് കാല് രണ്ടും പോയ നമ്മുടെ അച്ഛൻ കുഞ്ഞു മൂപ്പനുണ്ടല്ലോ, മൂപ്പനെയും പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ കുഞ്ഞിനെ ചോദ്യം ചെയ്തിട്ട് വല്ലതും പറഞ്ഞോ കൊച്ചുരാമ? എന്നതൊക്കെയോ പറഞ്ഞെന്നാണ് തുറയെ പറച്ചത്. പിന്നെ പ്രശ്നം വഷളാക്കാൻ തുറയില് നമ്മുടെ പരീക്കുട്ടി മോളുടെ കൂട്ടക്കാര് ചില കാര്യങ്ങൾക്ക് ഇടപെടുന്നെന്ന് നമുക്ക് അറിയാൻ പറ്റി. ആ ചെറിയ പ്രശ്നം മതി തുറയില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. വർഗീയ ലഹളകൾ വരെ ഇതുമൂലം ഉണ്ടാവും കൊച്ചുരാമ. ആ കടാലിൽ നിന്ന് മീൻ കൊത്തി പറക്കുന്ന ചെമ്പരത്തിന്റെ തൊണ്ടയിൽ മീൻപരലിൽ കൂടെ ഈ ചത്ത് കടാപ്പുറത്ത് ചാടിയാലും അതിന്റെയൊക്കെ ജാതിയും മതവും തിരക്കുന്ന കാലമാണല്ലോ മൂപ്പായത്. അത് നേരാണ് കേട്ട. ഒരു ചെറിയ തീപ്പൊരി മതി ഇവർക്ക് വർഗീയ ലഹള ഉണ്ടാക്കാൻ. എന്നാ കൊച്ചുരാമൻ കടാലിൽ പോകുന്നില്ലേ? എങ്ങനെ പോകാനാണ് മൂപ്പ?
അഴിമുഖത്ത് കഴിവൻ പറക്കുന്ന പോലെയല്ലേ പോലീസുകാർ ചീറിപ്പാഞ്ഞ് നടക്കുന്നത്. പണ്ടെന്നോ നടന്ന മരണത്തിന്റെ പേരില്. നുമ്മ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി കൊച്ചിരാമ. കൊച്ചിരാമേട്ടൻ വന്നിട്ട് പോയാപ്പാ? പോയില്ല മകളെ. എന്നാ പറഞ്ഞു പോയി? പരീക്കുട്ടി മുതലാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തുറയിലെ പ്രായമായവരെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണെന്ന് മകളെ. അതെന്നാത്തിനാണ്? ഇതൊക്കെ ആരോട് പറയാനാണ് മകളെ. അപ്പാ പോലീസ് ചെമ്പൻകുഞ്ഞിനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞങ്ങൾ വന്നത്. തുറയിലെ ഒരു മുതിർന്ന പൗരനെന്ന നിലയ്ക്കാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം. പക്ഷേ ഈ ആനുകൂല്യം ഇന്നും കിട്ടിയെന്ന് വരില്ല. ഇത് മകളാണല്ലേ? ചത്ത കർത്തമ്മയുടെ ഇളയവളാണ്. എന്താ പേര്? പഞ്ചമി എന്നാണ്. പഞ്ചമി വിവാഹിതയാണ്. അതെ, മരിക്കാന്റെ പേര് കുട്ടി ശ്രാങ്കെന്ന്. ശ്രാങ്കെന്ന് എല്ലാവരും വിളിക്കും. ഭർത്താവ് എന്തെടുക്കുന്നു? ആരെങ്കിലും മലയറിയാൻ വിളിക്കും സാർ. അവരുടെ കൂടെ കടാലിൽ പോകും. ശ്രാങ്കുമായി പഞ്ചമിയുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഒരു 10-18 വർഷമായി കാണും സാർ. വിവാഹത്തിന് ശേഷം പഞ്ചമി ഈ പുരയിൽ തന്നെയാണോ താമസം? അതെ. ഞങ്ങ അപ്പനും മകളും തനിച്ചായിരുന്നോണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. പുറക്കാട്ട് താമസിച്ചു എന്നാണല്ലോ ഭർത്താവ് പറഞ്ഞത്? അതെ, പുറക്കാട്ടാണ്. എത്ര വർഷം താമസിച്ചു പുറക്കാട്ട്? ഒരു 4-5 മാസം. പിന്നെ എന്താ പുറക്കാട്ട് നിന്ന് ഇവിടേക്ക് താമസം മാറാനുള്ള കാരണം? ഉമ്മ തനിച്ചാണ് സാറേ ഇവിടെ. ഈ ചേച്ചിയുടെ മകളും അപ്പനും തനിച്ചാണല്ലോ. അപ്പം പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ. ഈ ചേച്ചി എന്ന് പറയുന്നത് മരണപ്പെട്ട കറുത്തമ്മയാണല്ലേ? കടാലിൽ ചാടിച്ചെത്ത കറുത്തമ്മ മൂത്തവളാണ് സാർ. മകൾ കറുത്തമ്മ കടലിൽ ചാടി മരിക്കുമ്പോൾ പഞ്ചമിയുടെ പ്രായം എത്ര വരും ചെമ്മക്കുഞ്ഞ്? ഒരു 10-16 വയസ്സ് വരും സാറേ. സഹോദരി കറുത്തമ്മ കടലിൽ ചാടി മരിച്ചു എന്ന് പഞ്ചമിയോട് പറയുന്നത് ആരാണ്? അപ്പന്റെ ബന്ധുവാണ്. ആരാണ് ആ ബന്ധു? അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല സാറേ, അവർ ചത്തുപോയി. സുനാമി ഒന്നടിച്ചപ്പോ കരകടലായപ്പോൾ എന്റെ നല്ല പെണ്ണുമകള് കടാലിലേക്ക് ഒലിച്ചുപോയി കേട്ട. മകൾ കറുത്തമ്മ മരണപ്പെട്ടു എന്ന് ചെമ്മക്കുഞ്ഞിനോട് പറഞ്ഞത് ആരാണ്? അത് നമ്മളാണ്. അപ്പന്റെ പ്രതികരണം എന്തായിരുന്നു? കേട്ടപാട് നെഞ്ചത്തടിച്ചുകൊണ്ട് കടാപ്പുറത്തേക്ക് ഓടുകയായിരുന്നു സാറ്. അന്ന് തന്നെയല്ലേ കറുത്തമ്മയുടെ ഭർത്താവ് കടലിൽ മുങ്ങി മരിക്കുന്നത്? അങ്ങനെയാണ് നമ്മാറ്. സഹോദരി കറുത്തമ്മയുടെ മരണ വാർത്ത കേട്ടപ്പോൾ പഞ്ചമി എന്താണ് ചെയ്തത്? ചേച്ചി കിടക്കുന്ന പായലെ ഓടിച്ചെന്ന് നോക്കി സാറ്. നോക്കിയപ്പോൾ അവിടെ കുഞ്ഞു മാത്രമാണ് ഉണ്ടായിരുന്നത്. സഹോദരിയുടെ ഭർത്താവ് പളനി ഉണ്ടായിരുന്നില്ലേ പായൽ? മരുമകൻ പളനി തലേദിവസം ചൂണ്ടായും ബജിയുമായി പുറംകടാലിൽ പോയിരുന്നു സാർ. കറുത്തമ്മ കടപ്പുറത്ത് മരിച്ചു കിടക്കുന്നു എന്ന് ചെമ്പൻകുഞ്ഞിനോട് പറഞ്ഞത് ആരാണ്? അത് നമ്മളാണ്. എന്തായിരുന്നു അപ്പന്റെ അമ്മേരത്തെ പ്രതികരണം? കേട്ടപാട് അപ്പൻ കടാപ്പുറത്തേക്ക് ഓടുകയായിരുന്നു. അന്ന് തന്നെയല്ലേ സഹോദരിയുടെ ഭർത്താവും കടലിൽ മുങ്ങി മരിച്ചത്? അങ്ങനെയാണ് നമ്മ അറിഞ്ഞത്. സഹോദരിയുടെ ഭർത്താവ് കടലിൽ മുങ്ങി മരിച്ചു എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മ ചക്കി മകളെ തോളിലിട്ട് ഈ ചേച്ചി കിടക്കുന്ന തീരത്തേക്ക് ഓടുകയായിരുന്നു സാറ്. അപ്പോഴാണ് നല്ല വെണ്ണമ്മായി വിളിച്ചു പറഞ്ഞത്. എങ്ങനെ? എടി പഞ്ചമി കൊച്ചേ, കറുത്തമ്മയുടെ മരിക്കാൻ കടാലെ മുങ്ങി പോയെന്ന്. കറുത്തമ്മയോടൊപ്പം കടലിൽ മുങ്ങി മരിച്ച പരീക്കുട്ടിയെ അവസാനമായി കണ്ടത് ചെമ്പക്കുഞ്ഞ് ഓർക്കുന്നുണ്ടോ? രാത്രി പഞ്ചമി അകത്തേക്ക് 10-10:30 കാണും സാറേ. പഞ്ചിപ്പുരയിൽ വെച്ചാണ് സാർ. ആ സമയം പരീക്കുട്ടി എന്തെടുക്കുകയായിരുന്നു? ചെറുവഞ്ചിയിൽ ചാടിയിരുന്ന് മണാലിൽ എന്തോ കുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പരീക്കുട്ടിയെ കണ്ടപ്പോൾ ചെമ്പക്കുഞ്ഞ് എന്താണ് പറഞ്ഞത്? എന്നെ പറയാനാണ് സാറേ. പരീക്കുട്ടിയോ?
കറുത്തമ്മയ്ക്ക് സുഖമാണോ ചെമ്പൻകുഞ്ഞ് മുമ്പ എന്ന് ചോദിച്ചു. മറുപടി കൊടുത്തില്ല അല്ലേ? അന്ന് ചെമ്പൻകുഞ്ഞിന് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മാനസിക രോഗിയെ പോലെ പെരുമാറിയിരുന്നു. ശരിക്കും അന്ന് മാനസിക രോഗം ഉണ്ടായിരുന്നോ ചെമ്പൻകുഞ്ഞിന്? അത് വെറും ഒരു നാട്യമല്ലായിരുന്നോ? നമുക്ക് അതൊന്നും ഓർമ്മ കിട്ടുന്നില്ല സാറേ. കറുത്തമ്മയുടെ ഭർത്താവ് പളനിയുമായി ചെമ്പൻകുഞ്ഞ് നല്ല അടുപ്പത്തിലായിരുന്നു അല്ലേ? അതിനകത്ത് പറയുന്നത് സാറേ, മരുമകൻ പളനിയെ നമുക്ക് പുറംകടാലിൽ നിന്നാണ് കിട്ടിയത്. ഈ കടലറിയാവുന്ന അരയനാണ്. സ്വന്തം മകനെ പോലെയാണ് ഉമ്മ മരുമകനെ കണ്ടിട്ടുള്ളത് കേട്ടോ. കറുത്തമ്മയ്ക്ക് പളനിയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം പരീക്കുട്ടിയോടായിരുന്നു അല്ലേ? അങ്ങനെ ചോദിച്ചാ ഉമ്മ എന്നെ പറയാനാണ് സാറേ. പിന്നെ എവിടെ വെച്ചാണ് തുടക്കം? ചെമ്പൻകുഞ്ഞും പളനിയും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലാതായത്. മകളെ കൊച്ചുമുനാളിയുടെ പേര് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു സാറേ. കറുത്തമ്മയുടെയും പളനിയുടെയും വിവാഹത്തിന് ശേഷം രണ്ടാളും വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു പുരയിൽ താമസിച്ചിരുന്നത് അല്ലേ? അതെ സാറേ, മരുമകനും പളനിയും മകളും വളരെ സ്നേഹത്തോടു കൂടിയാണ് കുടിൽ കഴിഞ്ഞിരുന്നത്. കാഴ്ചയിൽ കറുത്തവനും കുള്ളനുമായിരുന്നെങ്കിൽ ഈ കടലറിയാവുന്ന അരയനായിരുന്നു മരുമകൻ പളനി. അതുകൊണ്ട് തന്നെയാണ് മകള് പിടിച്ച് പളനിക്ക് കൊടുത്തത് കേട്ടാ. കറുത്തമ്മയുടെയും പളനിയുടെയും സ്നേഹസമ്പന്നമായ ജീവിതത്തിലേക്ക് കരയിൽ നിന്നോ തുറയിൽ നിന്നോ കടപ്പുറത്തു നിന്നോ ആരോ ഒരാൾ തന്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തു, തന്റെ മരക്കാത്തി കറുത്തമ്മ പിഴച്ചവളാണെന്ന്. അരിയത്തി പെണ്ണ് പിഴച്ചാൽ അരിയനെ കടലമ്മ കൊണ്ടുപോകുമെന്നുള്ള ഭയവും ഭാര്യയോടുള്ള സംശയവും. അവിടെയാണ് ഇരുവരുടെയും ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴുന്നത്. തന്റെ മരക്കാത്തി കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിലുള്ള ബന്ധം അവരുടെ കുടിലിൽ നിരന്തരം ഈ മർദ്ദനങ്ങളും നീറ്റലും കരച്ചിലും മുഴങ്ങിക്കിട്ടു. അത് നേരാണ് സാർ. അത് ചെമ്പൻകുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു സാറേ ചെമ്പൻകുഞ്ഞിന്. പരീക്കുട്ടി തന്റെ സ്വരമാധുര്യം കൊണ്ട് പാടുന്ന ഗാനം കേൾക്കുമ്പോൾ കറുത്തമ്മ തന്റെ കുടിലിന്റെ ഓല കൊണ്ട് തീർത്ത മറ മാറ്റി പുറത്തിറങ്ങുന്നത് ചെമ്പൻകുഞ്ഞിനെ അലോസരപ്പെടുത്തി. അത് പിന്നീട് ഒരു പ്രതികാരമായി മാറി. മകൾ കറുത്തമ്മയുടെ കുടുംബജീവിതം തകർക്കുന്ന പരീക്കുട്ടിയെ ഈ കടപ്പുറത്ത് നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണം. പിന്നീടുള്ള ഓരോ ദിനരാത്രങ്ങളും കാലൻ കോഴിയെ പോലെ കൂവി തന്റെ മനസ്സ് സമയവും മുഹൂർത്തവും നോക്കി. ആ സമയവും മുഹൂർത്തവും എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഉത്തരം തരേണ്ടത് ചെമ്പൻകുഞ്ഞാണ്. മജി, അറിഞ്ഞോ? അപ്പനെ പോലീസുകാര് കൊണ്ടുപോയി. ആ കടാപ്പുറത്തെങ്ങാൻ നിങ്ങൾ അപ്പനെ കണ്ടോ? അത് പറയാനാണ് മുമ്പ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് സ്റ്റേഷനും പരിസരത്തും ചെറിയ നാട്ടുകാരും പത്രക്കാരും ടിവിക്കാരും കൂടിയിട്ടുണ്ട്. അപ്പനെന്തെങ്കിലും കയ്യബദ്ധം പറ്റിയിട്ടുണ്ടാവോ എന്നെ കണ്ടാലപ്പേ? അപ്പൊ കുറ്റവാളിയാണെന്നാണ് കേട്ടാ കുട്ടമ്പിള്ള സാറ് പറഞ്ഞേക്കണത്. ഒരു ഉറുപ്പിനെ പോലും നോവിക്കാത്ത എന്റെ അപ്പൻ ഒരു മനുഷ്യനെ കൊല്ലുവോ? ഒരാളെ അല്ലല്ല, രണ്ടുപേരെയാണ് അപ്പം കൊന്നത്. ആരാണ് ഒരാൾ? നമ്മുടെ കറുത്തമ്മേച്ചി. നിങ്ങളല്ലേ പഞ്ചമി എന്താണ് ഈ കേൾക്കുന്നത്? കൊച്ചു മുതലാളിക്ക് നേരെ വീശിയ പങ്കായം കൊണ്ടത് കറുത്തമ്മേച്ചിക്കാണട്ടാ. സിനിമ ഷൂട്ടിംഗ് പോകുന്നതാണോ? ആ തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണോ?
മോളെ. പറയാം, പഞ്ചിയപ്പം പറയാം മോളെ, പഞ്ചിയപ്പം പറയാം. പോലീസുകാർ പറഞ്ഞ് അപ്പൂപ്പനെ വിളിച്ചോണ്ട് വരാട്ടോ. മോളെ പറക്കകത്തോട്ട് പോട്ടെ. മോളെ മോളെ പറക്കകത്തോട്ട് പോ. പഞ്ചി നീ മകളകത്തോട്ട് കൊണ്ടുപോ. നീണ്ട 16 വർഷങ്ങൾ, 2 മരണം, കരയിലും തുറയിലും കടപ്പുറത്തും ജനമതൊരു പ്രണയ നൈരാശ്യത്തിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ച 2 കമിതാക്കൾ, പരീക്കുട്ടിയും കറുത്തമ്മയും. അതായിരുന്നു ഇന്നലെ വരെ ജനമറിഞ്ഞതും കാടി നടന്നതും. പക്ഷേ ഇന്ന് അത് തിരുത്തപ്പെടുകയാണ്. ഇനി കാര്യങ്ങൾ ചെമ്പൻകുഞ്ഞാണ് പറയേണ്ടത്. പരീക്കുട്ടിയും കറുത്തമ്മയും മരണപ്പെട്ട ദിവസം രാത്രി 11-നും 1-നും ഇടയിൽ സംഭവിച്ചത്. കറുത്തമ്മ, കറുത്തമ്മ, ഞാൻ കൊച്ചു മുതലാണ് കറുത്തമ്മ. പുറത്തേക്ക് ഇറങ്ങി വരും കറുത്തമ്മ. അയ്യോ കൊച്ചു മുതലാണ്, പുറയ്ക്കകത്തപ്പനുണ്ട്, എന്നെ മരയ്ക്കാൻ ഇപ്പൊ വരും. നിന്റെ കൊച്ചു മുതലാളി വിളിച്ച നീ ഇറങ്ങി വരില്ലേ കറുത്തമ്മ? എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ കൊച്ചു മുതലാളി ഇവിടെ നിന്ന് പോകും. ഞാൻ പോവുകയാണ് കറുത്ത. ജീവിതം തകർന്നു കണ്ടപ്പോൾ കയ്യിൽ കിട്ടിയ പാണ്ടായം കൊണ്ട് കൊച്ചുമുതലാളിയെ അടിച്ച് കൊന്നതാണ് സാറേ, കൊന്നതാണ്. മകൾ കറുത്തമ്മയെ കൊലപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? സാറേ, പിന്നെ എങ്ങനെയാണ് കറുത്തമ്മ മരണപ്പെട്ടത്? പരീക്കുട്ടിയോടൊപ്പം കറുത്തമ്മയെ കൊലപ്പെടുത്താനല്ലേ നിങ്ങൾ തീരുമാനിച്ചത്? അതല്ലേ സത്യം? അതിനകത്ത് പറയല്ലേ സാറേ, കൊച്ചുമുതലാളി അടിക്കാൻ പോയ പങ്കായം അബദ്ധവശാൽ മകളുടെ ദേഹത്ത് കൊണ്ടു എന്നുള്ളത് വാസ്തവമാണ് സാറേ, മനഃപൂർവ്വമായിരുന്നില്ല സാറേ. കടലിൽ നിന്ന് ഒരു പുരുഷന്റെ കരച്ചിൽ കേട്ട് വഞ്ചിപ്പുരയിലെത്തിയ അച്ഛൻ കുഞ്ഞ് കണ്ടത് പരീക്കുട്ടിയുടെ മൃതശരീരം കടലിലേക്ക് വലിച്ചെറിയുന്ന ചെമ്പൻകുഞ്ഞിനെയാണ്. ആ സമയത്ത് അച്ഛൻ കുഞ്ഞിനെ ചെമ്പൻകുഞ്ഞ് പ്രതീക്ഷിച്ചില്ല. താൻ കൊലപ്പെടുത്തി കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ചെമ്പൻകുഞ്ഞ് അച്ഛൻ കുഞ്ഞിനോട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ബന്ധുവായ അച്ഛൻ കുഞ്ഞ് നീതി കാക്കുന്ന ഭൂതത്തെ പോലെ ആ കൊലപാതക രഹസ്യം സൂക്ഷിച്ചു. നീണ്ട 16 വർഷങ്ങൾ, നീണ്ട 16 വർഷങ്ങൾ കഴിഞ്ഞ 6 മാസക്കാലം കരയിലും തുറയിലും കടപ്പുറത്തും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ രഹസ്യ പോലീസ് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തി രഹസ്യമായും പരസ്യമായും ചോദ്യം ചെയ്ത് കണ്ടെത്തിയതിന്റെ ഉത്തരമാണ് അച്ഛൻ കുഞ്ഞ്. അച്ഛൻ കുഞ്ഞിനെ ഞങ്ങളുടെ പോലീസ് മുറിയിൽ ചോദിച്ചപ്പോൾ പരീക്കുട്ടിയുടെ കൊലപാതക രഹസ്യം ഓരോന്നോരോന്നായി പുറത്തു പറയേണ്ടി വന്നു. ഒരു പക്ഷേ അച്ഛൻ കുഞ്ഞ് സുനാമിയിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നുവെങ്കിൽ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും കൊലപാതകം തെളിയിക്കുന്നതിൽ നിയമവും നിയമപാലകരും പരാജയപ്പെട്ടെ. അവിടെയാണ് കാലം കാത്തുവച്ച കാവ്യനീതി തിരകൾ പറയാത്ത കഥയായി മണൽ കൂമ്പാരങ്ങളാൽ മൂടിക്കിടന്നത് കടൽക്കാറ്റടിച്ച് പുറത്തു വന്നത്. കുട്ടപ്പിള്ളേ,